പറയാൻ തോന്നി. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് നിഖിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ്. ഞാനുണ്ട് ഈ ഒരു വീഡിയോയിൽ, നിഖിൽ ചേട്ടനുണ്ട്, മമ്മിയുണ്ട്, പപ്പയുണ്ട്, ഇന്ന് നമ്മുടെ ഇയാന് വരെ ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഒരു അടിപൊളി സ്പെഷ്യൽ വീഡിയോ ആണ്. റീസെൻ്റ്ലി നമ്മുടെ കാറ് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. കാറ് ഏകദേശം പപ്പടായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഫോട്ടോസും വീഡിയോ ഒക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ കാറ് ടിപ്പ് ടോപ്പ് ആക്കിയിട്ട് നമ്മൾ തിരിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ കാറ് നമ്മൾ പുതിയൊരു കാറ് പോലെ ആയിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കാറ് പുതിയൊരു കാറ് നമുക്ക് കിട്ടിയാലോ, പിന്നെ വെഞ്ചിരിക്കണം നമ്മുടെ കാറ് അല്ലേ. അപ്പോൾ ഇന്ന് വെഞ്ചിരിക്കാനാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇനി അധികം ഇൻട്രോ തരുന്നില്ല. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി നമ്മുടെ ഇയാനുക്കുട്ടൻ്റെ ബർത്ത്ഡേ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബിഗ് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ 1 വയസ്സാണ്, ആദ്യത്തെ ബർത്ത്ഡേ ആണ് അവൻ്റെ. അപ്പോൾ 1 വയസ്സ് ഉള്ള ഒരു കുട്ടിയുടെ ഒരു സ്പെഷ്യലായിട്ടാണല്ലോ, 1 വയസ്സുള്ള കുട്ടിയുടെ ബർത്ത്ഡേ നമ്മൾ സാധാരണ സ്പെഷ്യലായിട്ടാണല്ലോ ആഘോഷിക്കുക പാരൻസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്പെഷ്യലി ഞങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബർത്ത്ഡേ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് സ്ക്രീനിലൊന്ന് മെൻഷൻ ചെയ്യാൻ നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. അപ്പോൾ ഇതായിരുന്നു ആ ഒരു കമൻറ്റ്. ഈ ഒരു കമൻറ്റിന് എനിക്ക് ഒരുപാട് മറുപടികൾ പറയാനുണ്ട്. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ ഫാമിലിക്ക് മൊത്തം പറയാനുണ്ട്. അപ്പോൾ മറുപടി നമ്മൾ കാറിൽ പോണ വഴി ഞങ്ങൾ പറയാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങാൻ നോക്കട്ടെ. ഞാൻ ഡ്രസ്സ് മാറി സെറ്റ് ആയിട്ടുണ്ട്, ഞാനും ഡ്രസ്സ് മാറ്റിച്ചിട്ടുണ്ട്. ഇനി നിഖിൽ ചേട്ടനോട് ഞാൻ മാറാൻ പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടണേ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. പുതിയ ഫേസ് വാഷ് വാവിന്റെ ബാക്ക് ടു വാവ്. അപ്പൊ നിഖിൽ ചേട്ടൻ രാവിലെ എണീറ്റിട്ട് നല്ല ശീലങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഫേസ് വാഷ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഹാബിറ്റ് ആട്ടോ. എത്ര ദിവസത്തേക്കാ? അതെ, എല്ലാ കാര്യങ്ങളും അതെ. ഞാൻ ആദ്യം ഫേസ് വാഷ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ശരി, നല്ല ഡെഡ് സെൽസ് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇതിൽ സോഫ്റ്റ് ബ്രിസിൽസ് ആണ്. അപ്പോൾ ഡെഡ് സെൽസ് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. എനിക്കത് ഫീൽ ചെയ്തു ഞാൻ യൂസ് ചെയ്തപ്പോൾ. ശരി, നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ ഞാൻ എന്റെ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് നല്ല അടിപൊളി ചുള്ളനായിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് യൂസ് ചെയ്തേക്കുന്നത് വാവ് സ്കിൻ സയൻസിന്റെ ആപ്പിൾ സിഡർ വിനീഗർ ഫോമിംഗ് ഫേസ് വാഷ് ആണ് യൂസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ക്യൂട്ട് പാക്കേജിങ് ആണ്. നല്ല ഫൈൻ ബ്രിസിൽസ് ആണ് ഇതിന്. ഈ ബ്രിസിൽസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഫേസിനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള പോർസിന്റെ ഉള്ളിലോട്ട് കറക്റ്റായിട്ട് ഫേസ് വാഷ് കയറി നല്ല ക്ലീൻ ആയിട്ട് നമ്മുടെ ഫേസ് നല്ല ഷൈനിങ് ആയിട്ട് കിട്ടും. അതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ഈ ബ്രിസിൽസിന്റെ. അപ്പോൾ ഈ ഫേസ് വാഷിന്റെ കീ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ സിഡർ വിനീഗറും അലോവേറയും പിന്നെ ഹൈഡ്രോളിക് ആസിഡ്, അതുപോലെ ഒട്ടനവധി നാച്ചുറൽ ആയിട്ടുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർംഫുൾ കെമിക്കൽ ലൈക്ക് പാരബൺ, സിലിക്കൺസ് ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒതന്റിസിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്തൊരു QR കോഡ് ഉണ്ട്. അപ്പോൾ QR കോഡ് ടെസ്റ്റ് ചെയ്യണം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇതിന്റെ ഒതന്റിസിറ്റി എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ആക്ച്വലി ഇതിന്റെ കീ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഹെഡ്സ് റിമൂവൽസ് ആണ്. സോ ഒരുപാട് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഫേസിലുള്ള ആൾക്കാരാണെങ്കിൽ നല്ല ഡെഫിനറ്റ് അത് യൂസ് ചെയ്യുക. നല്ല അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഗൈസ്, സോ ബി വാവ് നാച്ചുറലി. അപ്പോൾ നമ്മുടെ വണ്ടി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, റെഡി ആയിട്ടുണ്ട്. ഞങ്ങളും റെഡിയായി. വണ്ടി ചേട്ടനുണ്ട്, പിന്നെ ഒരു 2 ആൾക്കാരുണ്ട്. ഒരു വലിയ ആളും പിന്നെ വേറൊരു വലിയ ആളും. അപ്പൊ ഒരാള് സ്വന്തമായിട്ട് ഇവിടെ നോക്കിയ തന്നെ ഇരിക്കുകയാണ്, ഇരുന്നിട്ടൊക്കെയാണ് ഇപ്പൊ യാത്ര. ഞാൻ എങ്ങനെ പോണ നമ്മള് എവിടേക്ക്
എവിടേക്ക് പോണേ നമ്മള്? അയ്യോ, ഞാനിവനെ കാറിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യാട്ടാ. അവള് ആരുടെ കൂടെ ആയാലും പരിചയമില്ലാത്ത ആരുടെ കൂടെ ആയാലും ഇങ്ങനെ വരും കാറിലാണെങ്കിൽ. അപ്പൊ ഇന്ന് നമ്മള് പോവാൻ പോണ ഇങ്ങോട്ടേക്കാണ്, ഒരു സന്തോഷമായിട്ടുള്ള സ്ഥലത്തേക്കാണ്. നീൽ ചേട്ടൻ പറ. കൊറേ നാളുകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ കാറിനെ കാണാൻ പോവാണ്. അതെ, നമ്മുടെ കാറ് ഫുള്ള് പണി കഴിഞ്ഞ് അടിപൊളിയായിട്ട് പുതുപുത്തൻ കാറായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ. അപ്പൊ നമ്മള് അങ്ങോട്ടേക്കാണ് പോകുന്നേ. അതെ, അപ്പൊ നമ്മുടെ കാറ് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ആകെ പപ്പടായിട്ട് ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു, ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പൊ കാറിന്റെ അവസ്ഥ ഞങ്ങൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതെ, എങ്ങനെയാണ് അത് കാണിക്കാം, നമുക്ക് കാണാം. ഇപ്പൊ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല, നമുക്ക് പോയി കാണണം. അപ്പൊ കാർ ഇപ്പൊ ഫുള്ള് പണിത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയായിരുന്നു കാണട്ടെ. അതെ, പോയി കണ്ടിട്ട് പോയോ. ട്രാവലിംഗ് പാർട്ട്ണറിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാർ കണ്ടീഷൻ ആയി കഴിഞ്ഞ് നമുക്ക് ട്രിപ്പൊക്കെ പോകും, ഇല്ലേ നീൽ ചേട്ടാ? പിന്നെ അപ്പോ നമ്മള് സ്പോട്ടിലെത്തി. കാറിന് ഫുൾ റിപ്പയർ കഴിഞ്ഞ അവിടെ കിടപ്പുണ്ട്. ഞാനപ്പോ നിങ്ങൾക്ക് ഞങ്ങളുടെ കാറ് ഒരു മാസത്തിന് ശേഷം ആണെന്ന് തോന്നുന്നു കാണുന്നത്. അപ്പൊ കാറ് കാണിച്ചു തരാം. അപ്പതേ നമ്മള് വണ്ടിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ കുറെ വണ്ടികൾ പണിയാൻ വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ അടിപൊളിയായിട്ടുണ്ട്, പുതിയ വണ്ടി പോലെ തന്നെ ആയിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. നമ്മുടെ ട്രാവലിംഗ് പാർട്ട്ണർ വീണ്ടും നമുക്കൊപ്പം ആയിരിക്കുന്നു. നല്ല വണ്ടി പോലെ ആയിട്ടുണ്ട് ഇപ്പോ. പിന്നെ നമ്മുടെ വണ്ടി നിങ്ങളെ ഫോട്ടോയിൽ കണ്ടെന്തായും മൊത്തം പൊളിഞ്ഞ് പപ്പടായിട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഏതാണ്ട് പുതിയ വണ്ടി പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് നല്ല രസമുണ്ട്, നല്ല ഷൈനിങ്ങും എല്ലാം പോയി കിടക്കായിരുന്നു. ഇപ്പൊ നല്ല ഷൈനിങ് ആയിരുന്നു, എല്ലാം പോയി കിടക്കായിരുന്നു. ടയർ അടക്കം മാറ്റി. ഇപ്പൊ നമ്മള് പുതിയ വണ്ടി എടുത്ത പോലെ ഉണ്ടല്ലേ. ഇന്നുവിന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? ഇന്നു കാറ് കണ്ട പിന്നെ പോണം. ഇന്നുവിനെ ചേർത്ത് സ്കൂളിലോട്ടാണ് ഇന്ന് പോകുന്നത്. അല്ല ഇന്നു ആന്ന് പറ, സ്കൂളിലൊന്നും ഇന്ന് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഇന്നു കച്ചാ മതി അല്ല ഇന്നു. ഇന്നു ഞാൻ പോട്ടെ. അമ്മാസ് കോസ്റ്റ്യൂം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടതാണോ? യെസ് യെസ്. പപ്പോടൊരു വെള്ളയിട്ട് വരാൻ പറയും, ഞങ്ങള് മാച്ചാവും. പപ്പി അനുവിന് മാച്ചായിട്ടാ. ഓറഞ്ച് ഗൈസ്, ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേ ഞാനും പപ്പയും അമ്മയും ബാക്കിലുണ്ട്. പപ്പ എന്നോട് ഫ്രണ്ടിൽ ഇരുന്നോളാൻ പറഞ്ഞ കാരണമാണ് ഞാൻ ഫ്രണ്ടിലിരുന്നേ. അല്ലാണ്ട് ഇനി നിങ്ങൾ ആരും കമന്റ് ചെയ്ത് പപ്പേരെന്ത് ഞാൻ ബാക്കിൽ ഇരുത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പപ്പ എന്നോട് ഫ്രണ്ടിൽ ഇരിക്കാൻ വേണ്ടി ഇരുന്ന കേട്ടോ. അപ്പൊ അങ്ങനെ
പിന്നെന്താ പിന്നെ എന്നിട്ടാണ് പിന്നെ നമുക്കിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഒരു കമന്റ് വന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ പപ്പോടും അമ്മോടും കമന്റ് പറഞ്ഞിട്ടില്ല. അപ്പൊ കമന്റ് ഞാൻ ജസ്റ്റ് വെറുതെ വായിച്ചു കൊടുക്കാം. പപ്പയുടെ മറുപടി എന്താ നമുക്ക് കേൾക്കാം. ഓക്കെ, സാമ്പിൾ സെലിബ്രേഷൻ നടത്തിയത് അമലിന്റെ ബർത്ത്ഡേ ബിഗ് സെലിബ്രേഷനായി നിയാന്റെ കൂടെ കേക്ക് കട്ട് ചെയ്യാതിരിക്കാനല്ലേ കഷ്ടം. അല്ലേ ആ ഡേ തന്നെ നടത്തിയാ പോരായിരുന്ന ബിഗ് ഡേ സെലിബ്രേഷൻ. പപ്പ കേട്ടാ? എന്താ പരിപാടി പറ. ഒരു ഗിഫ്റ്റ് നമ്മുടെ കാര്യം അവസാനിച്ചു. 2 ഗിഫ്റ്റ് കൊടുക്കേണ്ട വന്നാണ്. അല്ല പപ്പേ, അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമലിനെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യാണ്ടിരിക്കാനാണെന്ന് നമ്മള് അന്ന് 27-ാം തീയതി തന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. അതായത് ഇവന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അന്ന് അമലിനെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യിക്കാണ്ടിരിക്കാൻ വേണ്ടി നടത്തിയതാണെന്ന് ആ കുട്ടി പറയണേ. ആ കുട്ടി അത് കുഴപ്പമില്ല, കുട്ടി പറഞ്ഞത് നല്ല കാര്യമാണ്. പക്ഷെ ഞങ്ങള് ഫസ്റ്റ് ബർത്ത്ഡേക്ക് അമലിന് അതിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നമ്മള് സാധാരണ നാട്ടു നടപ്പ് എങ്ങനെയാണോ ഒന്നാമത്തെ ബർത്ത്ഡേ ഒന്ന് സ്പെഷ്യൽ ആയിട്ട് ആഘോഷിക്കുന്നില്ല. അമലിന് ഞങ്ങള് നന്നായിട്ട്, ഞങ്ങളല്ല ഇവര് നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രല്ല, ആ 27-ാം തീയതി തന്നെയാണ് ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തെങ്കിൽ ഞങ്ങൾ ഒന്നാം ബർത്ത്ഡേ ആണെങ്കിൽ പോലും ആ ഡേറ്റിൽ തന്നെയാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത് ഞങ്ങള് അവനെ നിർത്താണ്ടിരിക്കും. ഞങ്ങൾ അവനെ നിർത്തും. പിന്നെന്താണ്, അന്നത്തെ ദിവസം ഒരു ഹർത്താലായിരുന്നു. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹർത്താലാന്ന്. പിന്നെ അതിന് മുന്നേ അതൊരു വർക്കിംഗ് ഡേ ആയിരുന്നു, തിങ്കളാഴ്ച ആയിരുന്നു. അപ്പൊ തിങ്കളാഴ്ച ആൾക്കാർക്ക് ഇൻവൈറ്റ് ചെയ്താൽ വരാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ആ ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോ ഇങ്ങനെ കമന്റിൽ ഞാൻ മറുപടി കൊടുക്കാൻ കാരണം എന്താ പറയാ, കുട്ടി ഏകദേശം ഒരു എന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേര് സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടാണ് ഏകദേശം ഒരു 31-32 കമന്റുകൾ ആ കുട്ടി തന്നെ ഇങ്ങനെ ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് കമന്റുകൾ ഇട്ടിട്ടുണ്ട്. അത് കാരണം മാത്രം ഞാൻ ഇത് പറയാന്ന് വിചാരിച്ചത്. ഇനിയിപ്പോ നിങ്ങൾ പോയി നോക്കുമ്പോ ആ കുട്ടിയെ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളയതോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ വളരെ മോശമായി പോയി. കാരണം ഒരു വയസ്സുള്ള ക്ലാവിനെ അങ്ങനെ ആരും എനിക്ക് പറയാൻ തോന്നി. അതെ, അപ്പൊ നമ്മള് നമ്മുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അതെ, അപ്പൊ ഞങ്ങൾ എന്താ സ്കൂളിൽ വന്നേന്ന് വിചാരിക്കരുത്. ഇവിടത്തെ ഫാദറിനെ കൊണ്ടാണ് നമ്മള് ഇത് വെഞ്ചരിപ്പിക്കുന്നത്. അത് തന്നെയാണ് സ്കൂളിലോട്ട് വന്നത്. പിന്നെ ഇവിടെ എത്തിയിട്ട് വെഞ്ചരിക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ ഗൈസ്, നമ്മളിത് ഇപ്പൊ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഫാദറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഫാദർ 5:15 പറഞ്ഞത്. നമ്മൾ ഇച്ചിരി നേരത്തെ വന്നു, ഫാദറിനെ വെയിറ്റ് ചെയ്യിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഫാദറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. കിച്ചു, അമ്മ, പപ്പയുടെ ഇയാനുവിന് ആരും മാസ്ക് വയ്ക്കണത് വലിയ ഇഷ്ടമല്ല കേട്ടോ. മാസ്ക് വയ്ക്കുന്നത് ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ് ഞാൻ. പപ്പയുടെ മാസ്ക് ഊരി എടുത്തിട്ടുണ്ട് ഞാനു. നീ വെച്ചോടാ, ഞാൻ ഊരി എടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് ഫാദറിനെ കണ്ടു, കുറെ സംസാരിച്ചു. നമ്മുടെ കാറൊക്കെ നന്നായിട്ട് വെഞ്ചിരിച്ച്. പിന്നെ എന്താണ്, അതേ ഇയാനു 2 മിഠായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇയാനു അതും പിടിച്ചവിടെ ഇരിക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞാനത് വാങ്ങിച്ച് കഴിക്കും. പിന്നെന്താ, അയ്യോ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞങ്ങള് ജസ്റ്റ് ഷോപ്പിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ വാങ്ങാണ്ട് അത് കഴിഞ്ഞ് നമ്മള് നേരെ വീട്ടിലോട്ട് പോവില്ലേ. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവും. അങ്ങനെ കാര്യങ്ങള്. ഇന്നിപ്പോ അമ്മേനെയും പപ്പേനെയും വെച്ചിട്ട് കുറെ ചലഞ്ചുകൾ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങണം. അതൊന്നും നടക്കും. അപ്പൊ അതൊക്കെ വാങ്ങണം. പിന്നെന്താ, അങ്ങനെ കാര്യങ്ങൾ. അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കടയ്ക്ക്. ആദ്യം ഞങ്ങൾ വാങ്ങാൻ പോകുന്നത് ടെൽമിഗറ്റ്, അമ്മയുടെ പ്രഷറിന്റെ ഗുളിക. ഞാനാണോ വാങ്ങണേ? അപ്പൊ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാട്ടോ.
ഫ്രണ്ടിലിരുത്തി പപ്പ സ്നേഹത്തോടെ ഫ്രണ്ടിലിരുത്തിയിട്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. മിക്ക നാള് തിരിച്ചു വരും കേട്ടോ മരുന്നിന്റെ പേര് മറന്നിട്ട്. ഇങ്ങനെ പറഞ്ഞ പോയത് അതിന്റെ ഇടയിൽ ആ ചേച്ചി എന്താ ചോദിച്ചാൽ മറന്നുണ്ട്. മിഠായി തിന്നാ ഞാൻ മിഠായി തിന്നാ പാവടാ. ഏനു എങ്ങനെയുണ്ട് ഞാൻ ഡ്രസ് മറന്നിട്ട് ഇത് വരുന്നുണ്ട് ഒരാള്. മറന്നൂല പേര്. 10 രൂപ തന്നെ 110. ഓ കൂടുതൽ കൂടുതൽ തരാ നിക്ക്. കിട്ടി കിച്ചൻ എന്താണ് സെലക്ട് ചെയ്യുന്നത്? ആദ്യം നമുക്ക് 2 ബിസ്ക്കറ്റ് സെലക്ട് ചെയ്യാം കേട്ടോ. പപ്പയ്ക്കും അമ്മയ്ക്കും ചലഞ്ച് വീഡിയോസിനുള്ള സാധനങ്ങൾ എടുക്കുന്ന തത്രപ്പാടിലാണ് കിച്ചു. ശരി ബിസ്ക്കറ്റ് കിട്ടുന്നില്ല. വലുതുള്ളൂ. ഹോർലിക്സ് എടുക്കാതെ ആ 2 ഹോർലിക്സ് 2 ബൂസ്റ്റ്. അപ്പൊ അതേ നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാട്ടോ. നമ്മള് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ബാക്കില് പപ്പയുടെ കയ്യിലുണ്ട് നമ്മുടെ ചലഞ്ചിനായിട്ടുള്ള കാര്യങ്ങള്. ഇപ്പൊ ചലഞ്ച് എന്താന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ നിങ്ങൾ കാണാൻ പറ്റും. പപ്പയും അമ്മയും കൂടിയുള്ള ചലഞ്ചാണ്. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ചലഞ്ചും കൂടിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കൊച്ചു എന്താ പറയാ നമ്മള് വെഞ്ചിരിച്ച കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഉണ്ടായത്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ കുറച്ച് വൈകുന്നേരമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വേഗം വീട്ടിലോട്ട് പോയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. ബൈ.